بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد الحمد لله നമ്മൾ ഇന്നു മുതൽ തഫ്സീറുൽ മുയസ്സർ എന്ന ഖുർആൻ വിശദീകരണത്തിൻ്റെ ഗ്രന്ഥം വായിച്ചു തുടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുകയും യത്ലൂന കിതാബ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവർക്കിടയിൽ അത് പഠിക്കാൻ വേണ്ടി അവർ പരസ്പരം പഠിക്കുകയും ചെയ്താൽ ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്കുമേൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഇറങ്ങുന്നതാണ്. വഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. വഗശിയത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്, അവരെ മൂടുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ അവരെക്കുറിച്ച് സ്മരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുക എന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊരു ഇൽമില്ല, ഖുർആൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനമില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, ഈ കിതാബ് നാം അവതരിപ്പിച്ചത് മുബാറക്കുൻ, ബറക്കത്തുള്ള രൂപത്തിലാണ്. ധാരാളം ഖൈറുകൾ ഇതിലുണ്ട്, ധാരാളം ഖൈർ. ലോകത്തൊരു വാക്കും പാരായണം ചെയ്യുന്നതിന് ഖുർആൻ പാരായണം ചെയ്യുന്ന പോലെ പ്രതിഫലമല്ല. ഖുർആൻ ഒരു വാക്ക് പാരായണം ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ട്. ഒരു വാക്കിന് ഒരായത്ത് പാരായണം ചെയ്താൽ, ഒരു സൂറത്ത് പാരായണം, ഖുർആൻ അത്ര വലിയ പ്രതിഫലമുള്ള കാര്യമുണ്ട്. ഖൈറുകൾ അതിന് മാത്രമുണ്ട്, പാരായണത്തിന് മാത്രമാണല്ല. അപ്പോൾ അതിനേക്കാൾ പ്രതിഫലമുണ്ട് അത് പഠിക്കുക എന്നുള്ളതിന്, അതിനേക്കാൾ പ്രതിഫലമുണ്ട് അത് അമലാക്കുക എന്നുള്ളതിന്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, റഹ്മാൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ റഹ്മത്തിൽ ആദ്യമായി എടുത്തു പറഞ്ഞത് ഖുർആനാണ്. അല്ലമൽ ഖുർആൻ, ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കർ, ഖുർആൻ നാം ചിന്തിക്കുന്നവർക്ക് വേണ്ടി എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. പക്ഷെ ആരെങ്കിലും ചിന്തിക്കാനുണ്ടോ, ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ടോ? റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പഠിച്ചതുവരെ പിന്നെയാണ് പറഞ്ഞത്. ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് മനുഷ്യരെ പഠിക്കുന്നതിന് മുൻപുള്ള ഖൈറായി പറഞ്ഞത്. അല്ലാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു എന്നുള്ള അത്ര വലിയ റഹ്മത്താണ്, റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്തുകളൊന്ന്. തഫ്സീറുൽ മുയസ്സർ എന്ന ഈ ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് അറബി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ വായിച്ചു തുടങ്ങാവുന്ന നല്ലൊരു പുസ്തകമാണ്. ഇത് എൻ്റെ വായനയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ വിശദീകരണമൊന്നും നമ്മൾ പറയുന്നില്ല, ഇതിലുള്ളത് വായിക്കുക. ഒരു ഏകദേശ വിശദീകരണം പറയാം. അൽ ഇസ്തിആദ എന്നത് അറബിയിൽ ഇസ്തആദ എന്നിങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്തഗാസ, ഇസ്തആന, ഇസ്തആദ, ഈ രൂപത്തിൽ വരുന്ന ഇസ്തഫഅല എന്നാണ് അതിന് പറയുക. അതിൻ്റെ വസ്ന് ഇസ്തഫഅല രൂപത്തിൽ വരുന്ന വസ്ന് അതിലെപ്പോഴും തലബ് എന്ന അർത്ഥമുണ്ടായിരിക്കും, തേട്ടം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? ഗൗസ് തേടുക. ഇസ്തിആന എന്ന് പറഞ്ഞാൽ എന്താ? ഔന് തേടുക. ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായം, ഔന് എന്ന് പറഞ്ഞാലും സഹായം തന്നെയാണ്. ഇസ്തിആദ എന്ന് പറഞ്ഞാലോ, പണ്ഡിതന്മാർ പറഞ്ഞു ഔസ് എന്ന് പറയുന്ന വാക്ക് ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് ഔസ്. അപ്പോൾ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടലാണ്. ഇതിനാണ് ഇസ്തിആദത്ത് എന്ന് പറയുക. അത് ശൈത്താനിൽ നിന്നാകാം, അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിൽ നിന്നാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളുള്ളതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഷിർക്കിൽ നിന്നാണ് അവിടെ രക്ഷ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പിശാചിൽ നിന്നാകാം, ചിലപ്പോൾ വേറെ ഷർറുകളിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ഹാസിദിൻ
അസൂയക്കാരൻ്റെ ഷറിൽ നിന്ന്. അപ്പോൾ രക്ഷ തേടുന്നത് നീ നിന്നെ ബാധിക്കുന്ന പേടിക്കുന്ന എന്തൊരു കാര്യത്തിന് രക്ഷ തേടിയാലും അതിന് ഇസ്തിആദ എന്ന് പറയും. ഇസ്തിആദത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രൂപമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത്. അതിന് ഇതിലധികം രൂപങ്ങളുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം അതിൻ്റെ രൂപങ്ങളിൽപ്പെട്ടതാണ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അത് മറ്റൊരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ അവിടുത്തെ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് ചൊല്ലിയിരുന്ന രൂപ അതാണ്. പണ്ഡിതന്മാർ ചില എടുത്തു പറഞ്ഞ വേറെ രൂപ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അങ്ങനെ ഒരു രൂപം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ സ്ഥിരപ്പെട്ട അല്ലാഹു അലം ഞാൻ കണ്ടിട്ടില്ല. ഇതല്ലാതെ ഈ രൂപങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ രൂപം ബഹുഭൂരിപക്ഷം ഖാരിഇങ്ങളും ഖുർആൻ പാരായണത്തിന് മുൻപ് ഇസ്തിആദത്ത് നടത്തേണ്ട രൂപം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അർറജീം. شرع الله تعالى لكل قارئ للقرآن العظيم أن يستعيذ بالله من الشيطان الرجيم. شرع الله നിയമമാക്കിയിരിക്കുന്നു. അള്ളാഹു ദീനിൽ ഷറആക്കിയിരിക്കുന്നു. ശരീഅത്ത് കേട്ടില്ല, ഷറഅ എന്ന നിയമമാക്കി. അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു ലികുല്ലി ഖാരിഇൻ, എല്ലാ ഖാരിഇങ്ങൾക്കും, ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും. ലിൽ ഖുർആനിൽ അദീം, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാ ഖാരികൾക്കും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു അൻ യസ്തഈദ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണ് അള്ളാഹു അവർക്ക് നിയമമാക്കിയിട്ടുള്ളത്? അൻ യസ്തഈദ്, അവർ രക്ഷ തേടണം. ആരോട് രക്ഷ തേടണം? ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് രക്ഷ ചോദിക്കണം. എന്തിൽ നിന്ന് രക്ഷ തേടണം? മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന്, ഷൈത്താനിൽ നിന്ന് രക്ഷ തേടുക എന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എന്താണ്? ഖാല സുബ്ഹാനഹു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ഖറഅതൽ ഖുർആൻ, ഫഇദാ, ഇദാ തന്നെ ആയാൽ, ഇദാ ഖറഅത, നീ പാരായണം ചെയ്താൽ, അൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്താൽ, ഫസ്തഇദ് ബില്ലാഹ്, നീ അള്ളാഹുവിനെ കൊണ്ട് രക്ഷ ചോദിക്കുക. അല്ല, ഇസ്തഇദ്, ഇസ്തിആദൻ, ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഷൈത്താനിൽ നിന്ന് നീ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഓതുമ്പോൾ ഇസ്തിആദത്ത് തേടാൻ കൽപ്പിച്ചിരിക്കുന്നു. പൊതുവെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം എന്താ? അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഖുർആൻ പാരായണത്തിന് മുൻപുള്ള ഇസ്തിആദത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ സുന്നത്താണ് എന്നാണ്. ചില ആളുകൾക്ക് ഇത് വാജിബാണെന്ന് അഭിപ്രായമുണ്ട്. ശരി, സുന്നത്താണെന്ന് പറഞ്ഞ ആളുകൾക്ക് അതിനുള്ള തെളിവ് എന്താണ്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ പല കാര്യങ്ങളും പറയുമ്പോൾ ഖുർആനിലെ ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതിന് എന്ത് മനസ്സിലാവാം? അള്ളാഹുവിൻ്റെ ഈ കൽപ്പന വാജിബല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വാജിബായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു, അവിടുന്ന് ഒരിക്കലും അത് ഉപേക്ഷിക്കില്ലായിരുന്നു. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം ഇസ്തിആദത്ത് സുന്നത്താണ് എന്നാണ്. പ്രധാനമായും 3 സ്ഥലങ്ങളിൽ ഇസ്തിആദത്തുണ്ട്. ഒന്ന്, ഖുർആൻ നിസ്കാരത്തിന് പുറത്ത് പാരായണം ചെയ്യുമ്പോൾ. 2, നിസ്കാരത്തിനുള്ളിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുൻപ്. 3, നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മറ്റൊരു സൂറത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ. മറ്റൊരു സന്ദർഭം, 4-മത്തെ ഒരു സന്ദർഭം, 2-മത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ. അല്ലാഹു അലം, ഈ പറഞ്ഞ എല്ലാ സന്ദർഭത്തിലും ഇസ്തിആദത്ത് ചൊല്ലുന്നത് തെറ്റല്ല, സുന്നത്താണ്. ചില ആളുകൾ പറഞ്ഞു നിസ്കാരത്തിന് പുറത്ത് ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം, സംശയമല്ല. നിസ്കാരത്തിൽ അവർ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു ഫാത്തിഹയുടെ ആദ്യത്തെ റക്അത്തിൽ ഇസ്തിആദത്ത് നടത്തിയാൽ മതി, പിന്നെ ഉള്ള റക്അത്തുകൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലാഹു അലം, ഒരാൾ 2 റക്അത്തിലും ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് തെറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുൻപ് ഇസ്തിആദത്ത് നടത്താൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ദാലിക അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം. അതിനുള്ള കാരണം എന്താണ്? ലിഅന്നൽ ഖുർആനൽ കരീമ ഹിദായത്തുൽ ലിന്നാസ്,
വിശുദ്ധ ഖുർആൻ ഹിദായത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹിദായത്താണ്, സന്മാർഗമാണ്. ഖുർആൻ അള്ളാഹു ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഷിഫാഉൻ, അത് രോഗശമനമാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കുറിച്ച് പറഞ്ഞത് ദവാ എന്നല്ല. എൻ്റെ ദാ എന്ന് പറഞ്ഞാൽ രോഗം, ദവാ മരുന്ന്. എൻ്റെ മരുന്നിൻ്റെ പ്രത്യേകത, മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ രോഗം മാറിയേക്കാം, ചിലപ്പോൾ മാറിക്കൊള്ളുന്നില്ല. പക്ഷെ ഷിഫ എന്ന് പറഞ്ഞാലോ അത് രോഗശമനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ അള്ളാഹു രോഗത്തിലെ മരുന്ന് എന്നല്ല പറഞ്ഞത്, രോഗശമനമാണ്. ഷിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ഷിഫ ആണ് ഖുർആൻ. ഖുർആൻ അള്ളാഹ് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഹിദായത്ത് കിട്ടാൻ, നമ്മുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾ മാറ്റാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഓതുന്നത്. ഹൃദയത്തിലുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ രണ്ടാണ്. ഒന്ന് ശുബുഹാത്ത്, രണ്ട് ഷഹവാത്ത്. ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച ആയത്തുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളോ അള്ളാഹും അവൻ്റെ റസൂലും ഉദ്ദേശിക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കി പോവുക, അത് ഹൃദയത്തിലെ രോഗമാണ്. അള്ളാഹു പറഞ്ഞത് ഒരർത്ഥത്തിലാണ്, പക്ഷെ നീ അത് മനസ്സിലാക്കുന്നത് വേറൊരർത്ഥത്തിലാണ്, അതൊരു രോഗമാണ്. അതാണ് ബിദ്അത്തുകളിലേക്ക് നയിക്കുന്ന രോഗം, ശുബഹത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഖുർആൻ വേറെ കോലത്ത് മനസ്സിലാവുക, അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തിൽ മനസ്സിലാവാതിരിക്കുക. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളോടുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ചായലാണ്, അതിനുള്ള ചായ്വാണ്. ഈ രോഗങ്ങൾക്കെല്ലാം ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടണോ, കുഫ്റിൽ നിന്ന് രക്ഷപ്പെടണോ, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണോ, റിദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഹറാമിൽ നിന്ന് രക്ഷപ്പെടണോ, വൃത്തികേടുകളിൽ നിന്ന് മോചിതനാവണോ, ഇതിനൊക്കെയുള്ള ശമനം എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. അപ്പം അള്ളാഹ് ഖുർആൻ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് ഹിദായത്തായാണ്, അവരുടെ രോഗങ്ങൾക്ക് സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ ഇതിന് തടസ്സമുണ്ടാക്കുന്ന ഒരാളാരാണ്? വശൈത്താനു സബബു ശുറൂറി വദ്ദലാലാത്ത്. നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷൈത്താൻ എന്ന ഒരാളുണ്ട്. എന്താ അവൻ്റെ പ്രശ്നം? അവൻ സബബു ശുറൂറി വദ്ദലാലാത്ത്, വടികേടുകളുടെ കാരണങ്ങളിൽ ഒരു കാരണം അവനാണ്. അതുപോലെ തന്നെ ഷുറൂർ, തിന്മകളുടെ കാരണങ്ങളിൽ ഒരു കാരണം അവനാണ്. പിശാച് മാത്രമാണോ തിന്മകൾക്ക് കാരണം? അല്ല, പിശാച് കാരണങ്ങളിൽ ഒന്നാണ്. എന്നാൽ അതല്ലാതെ ഈ കാരണങ്ങളുണ്ട്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന നഫ്സ് ഒരു കാരണമാണ്. അതുപോലെ ചുറ്റുപാടുകൾ, കൂട്ടുകാർ വേറൊരു കാരണം, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ പിശാച് വലിയ കാരണങ്ങളിൽ ഒന്നാണ്. ഇതിനായി തയ്യാറായിരിക്കുന്ന ഒരുത്തനാണ് അവൻ. ഖുർആൻ ഓതുന്ന തുടങ്ങിയാൽ അവൻ്റെ പ്രധാന ഉദ്ദേശം ഇത് നിനക്ക് കിട്ടാതിരിക്കുക എന്നുള്ള, ഹിദായത്ത് കിട്ടാതിരിക്കുക. അതുപോലെ തന്നെ നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു എങ്കിൽ ആ രോഗങ്ങൾ വേറെ കോലത്തിൽ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുക. ഇതാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, എത്ര ആൾക്കാർ ഖുർആൻ ഓതിയിട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹു ചില ഉപമകൾ അവതരിപ്പിച്ചാൽ ചില ആൾക്കാരത് കണ്ടാൽ എന്ത് പറയും? ഇത് അള്ളാഹു അവതരിപ്പിച്ച, ഞങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. വേറെ ചില ആൾക്കാരും അവർ പറയും إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا. അള്ളാഹിൻ്റെ ഖുർആൻ വായിച്ചിട്ട് അവർ വഴികേടല്ല അവഗണന ചെയ്തത്. അള്ളാഹുവിൻ്റെ ഉപമകൾ കണ്ടിട്ട് അവർ പറഞ്ഞത് അള്ളാഹ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അള്ളാഹു ഹിദായത്തായി അവതരിപ്പിച്ച ഖുർആൻ അവർക്ക് ദലാലത്ത് അധികരിപ്പിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അതിനൊരു കാരണം ഷൈത്താനാണ്. والشيطان سبب الشرور والضلالات فأمر الله كل قارئ للقرآن أن يتحصن به من الشيطان الرجيم. അപ്പോൾ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ വായിക്കുന്നവരോട് കൽപ്പിച്ചിരിക്കാൻ. അൻ യതഹസ്സൻ, ഹെസ്ൻ എന്ന് പറഞ്ഞാൽ കോട്ട അല്ലേ? ഹെസ്ന് സ്വീകരിക്കാൻ, ഒരു കോട്ട ഉണ്ടാക്കാൻ. അൻ യതഹസ്സന ബിഹി, അള്ളാഹുവിനെ കൊണ്ട് ഒരു കോട്ട, പിശാചിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കോട്ടയുണ്ടാക്കാൻ, ഒരു സംരക്ഷണ കവചമുണ്ടാക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുആഇൻ്റെ കിതാബിൻ്റെ പേരെന്താ? ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ കോട്ട എന്നാണ്. എന്താ കോട്ട എന്ന് പറയാൻ കാരണം? അതിലുള്ള ദിക്റുകൾ ഷൈത്താനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുന്ന കോട്ടയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, സുദീർഘമായ ഹദീസിൽ കാണാം, യഹ്യ ഇബ്നു സക്കരിയ ബനു ഇസ്രായേലുകാരോട് കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, പിശാച് മനുഷ്യൻ്റെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ രക്ഷ തേടാൻ വേണ്ടി അവന് കോട്ട കണ്ടു, അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു, അവന് ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെയാണ് ദിക്റിൻ്റെ കാര്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് അവിടെ രക്ഷപ്പെടുത്തും.
വസാവിസിഹി, വസാവിസ് എന്നുള്ളത് വസ്വസത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. വസ്വാസുകളിൽ നിന്ന് അത് കാത്തുരക്ഷിക്കും, ദുർമന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിട്ട്. വഹിസ്ബിഹി, അതുപോലെ പിശാചിൻ്റെ സൈന്യത്തിൽ നിന്ന് അത് അവനെ രക്ഷപ്പെടുത്തും, അവനെ സംരക്ഷിക്കുന്നതാണ്. وأجمع العلماء على أن الاستعاذة ليست من القرآن الكريم. وأجمع ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു, ഇജ്മാ ഉണ്ട്, അവർക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. وأجمع العلماء على أن الاستعاذة ليست من القرآن الكريم. استعاذة أعوذ بالله من الشيطان الرجيم ليست من القرآن الكريم. അത് ഖുർആനിൽ പെട്ടതല്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ولهذا لم تكتب في المصاحف. അതുകൊണ്ടാണ് മുസ്ഹഫുകളിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് എഴുതാത്തത്. വമഅന അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ് എന്നതിൻ്റെ മഅന, അതിൻ്റെ അർത്ഥം എന്താണ്? അസ്തജീർ, സ്തജീർ, ഞാൻ രക്ഷ തേടുന്നു, ഞാൻ അഭയം തേടുന്നു, സംരക്ഷണം തേടുന്നു. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു, ഒരാൾ പിന്നെ അയാൾക്കെതിരെ ശത്രുക്കൾ വന്നാൽ ഒരാൾ, ആ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ പിന്നെ സംരക്ഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ തൊടാൻ പാടില്ല. അതിന് ഇതേ വാക്കാണ് ഉപയോഗിക്കുക. അല്ലാഹു സ്തജീർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്, രക്ഷ തേടുന്നു, സംരക്ഷണം തേടുന്നു. അത്തഹസ്സൻ, അത്തഹസ്സനെ അർത്ഥം പറഞ്ഞു, ഒരു സംരക്ഷണ കവചം. ബില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിനെ കൊണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കൊണ്ട് മാത്രം, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രം രക്ഷ തേടും. ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദുനിയാവിൽ എല്ലാ പടയാളികളും നിനക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണം. ഇത് പണ്ഡിതന്മാർ തെളിവാക്കിയ കാര്യങ്ങളിലൊന്നാണ്. എന്ത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താ? വഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹ്, നബിയെ ഖുർആൻ ഓതിയാൽ അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കണം എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ശൈത്താനിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ സഹായം വേണം. അങ്ങനെ ഇരിക്കും, നീ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുക? അള്ളാഹുവിൻ്റെ റസൂലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ് അല്ലേ? സിഹർ ചെയ്തപ്പോൾ, അവിടത്തേക്കെതിരെ സിഹർ ചെയ്തപ്പോൾ ഏത് സൂറത്തെ അവതരിപ്പിച്ച്? മുഅവ്വിദാത്തുകൾ അവതരിപ്പിച്ച്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്തേ പറഞ്ഞത്? ഖുൽ നബിയെ പറയുക അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബുൽ ഫലഖിനെ കൊണ്ട് രക്ഷ തേടുന്നു. റസൂലുള്ളാഹിനോട് കൽപ്പിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിന് സ്വന്തം ശരീരത്തിന് നേരെ വരുന്ന ഉപദ്രവം തടുക്കാൻ കഴിയില്ലെങ്കിൽ മുസ്ലിമായ സഹോദര, നീ അല്ലാത്തോട് തേടിക്കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ അവിടത്തേക്ക് നിന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും? എത്ര മനോഹരമായ പാഠമാണത്. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു, വതഹസ്സനു ബില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഞാൻ രക്ഷ തേടുന്നു. അതതിൻ്റെ അർത്ഥങ്ങൾ പെട്ടതാണ്. അതിൻ്റെ അഊദു ബില്ലാഹ് എന്ന പ്രയോഗത്തിൽ അതിന് സൂചനയുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷ തേടുന്നത്, വേറെ ആളെ കൊണ്ടല്ല, നിന്നെ കൊണ്ട് പോലുമല്ല. നിനക്ക് പോലും പിശാചിനെതിരെ സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അള്ളാഹിൻ്റെ സഹായം ഇല്ലാതെ. അഊദു ബില്ലാഹ് മിനശ് ശൈത്താൻ, ഷെയ്ത്താനിൽ നിന്ന്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ഐ മിൻ കുല്ലി ആത്തിൻ മുതമർരിദിൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഐ മിൻ കുല്ലി ആത്ത്, ആത്ത് എന്ന് പറഞ്ഞാൽ മുതകബ്ബിർ എന്നൊക്കെ പറയാവുന്ന അർത്ഥമാണ്. അങ്ങേയറ്റം കടുത്ത അതിക്രമം പ്രവർത്തിച്ച അഹങ്കാരിയായവൻ, അള്ളാഹുവിൻ്റെ മുൻപിൽ കടുത്ത ധിക്കാരം പ്രവർത്തിച്ചവൻ. ഷെയ്ത്താൻ എന്ന പദം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഷതന എന്നതിൽ നിന്നാണ്. ഐ ബഊദ, അകലെയായി എന്ന അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഷെയ്ത്താൻ എന്ന വാക്ക് വന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും എല്ലാ ഖൈറിൽ നിന്നും അകലേക്ക് പോയവൻ എന്ന അർത്ഥത്തിലാണ്. മിൻ കുല്ലി ആത്തിൻ, എല്ലാ അഹങ്കാരികളിൽ നിന്നും, മുതമർരിദിൻ, ധിക്കാരികളായ ആളുകളിൽ നിന്നും. മുതമർരിദ് എന്ന് കേവല ധിക്കാരല്ല, കടുത്ത ധിക്കാരി. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ഹദീസിലില്ലേ, റമദാൻ മാസത്തിയാൽ പിശാചിനെ കെട്ടിയുള്ള ഹദീസിലുള്ളത് മറദത്ത് എന്നാണ്. അത് കടുത്ത ധിക്കാരി. എല്ലാ പിശാചുക്കളല്ല, പിന്നെ അതിൽ കൂട്ടത്തിൽ അങ്ങേറ്റ അതിരി കവിഞ്ഞ കടുത്ത ധിക്കാരികളായ പിശാചുക്കൾ അള്ളാഹു കെട്ടിയിടുന്നതാണ്. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ മിൻ കുല്ലി ആത്തി മുതമർരിദ് മിനൽ ജിന്നി വൽ ഇൻസ്. ആ ജിന്നുകളുടെ കൂട്ടത്തിൽ മാത്രമല്ല പിശാചുള്ളത്, പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മിൻ കുല്ലി
മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചുക്കളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ നീ ഖുർആൻ ഓതുന്ന സമയത്ത് തന്നെ അതിൽ തെറ്റിക്കാൻ വരുന്ന ആൾക്കാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടാവും. ജിന്നുകളുടെ കൂട്ടത്തിലുള്ളത് ഹദീസിലൊക്കെ വന്നതുപോലെ നിസ്കരിക്കാൻ ഖുർആൻ ഓതുന്ന സമയത്ത് ഏറ്റവും ഖുർആൻ പാരായണത്തിന് ശ്രദ്ധ നൽകേണ്ട സമയം നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോഴാണ് സഹാബികളെ വരെ, ചില സഹാബിമാരെ വരെ നിസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷ തേടുന്നു. വയസ്രിഫുനി അൻ താഅത്തി റബ്ബി, യസ്രിഫുനി തിരിച്ചു കളയുന്നു, തെറ്റിച്ചു കളയുന്നു. യസ്രിഫുനി സറഫ യസ്രിഫു, എന്നെ മാറ്റിക്കളയുന്നു. യസ്രിഫുനി അൻ താഅത്തി റബ്ബി, എൻ്റെ റബ്ബിനെ അനുസരിക്കുന്നതിൽ നിന്ന് എന്നെ തെറ്റിച്ചു കളയുന്നു. വതിലാവത്തി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തിരിച്ചു കളയുന്നു. അപ്പം അങ്ങനെയുള്ള പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. റജീം, റജീം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഐ അൽ മത്റൂദ് മിർ റഹ്മത്തില്ലാഹ്, തറദയിൽ നിന്നാണ് ഇത് വന്നത്. തറദാണ് ആട്ടി പറഞ്ഞേക്കുന്നത്, തറദാന്ന്. മത്റൂദ് എന്ന് പറഞ്ഞാൽ ആട്ടി അകറ്റപ്പെട്ടവൻ. റജമ എന്ന് പറഞ്ഞാൽ എന്താ, എറിഞ്ഞു എന്നുള്ള റജമൻ്റെ അർത്ഥം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അതായത് ലഖദ് സയ്യന സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, നാം അത് പിശാചിന് എറിയാനുള്ളതാക്കിയിരിക്കുന്നു. ഏത് നക്ഷത്രങ്ങൾ. അപ്പോൾ റജമാൻ എറിഞ്ഞു എന്നാണ്. റജീം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മർജൂം എന്ന അർത്ഥത്തിലാണ്, എറിയപ്പെട്ടവൻ, അകറ്റപ്പെട്ടവൻ. പിശാച് അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹൈറുകളിൽ നിന്നും ഒക്കെ അകറ്റപ്പെട്ടവനാണ്. അതുപോലെ തന്നെ ഹദീസിലും ഖുർആനിലൊക്കെ വന്നതുപോലെ തന്നെ ഇവർ മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഒന്നാം ആകാശത്തിന് അറ്റത്ത് പോയിരിക്കും. ഏത് ഒന്നാം ആകാശം, ഭൂമിയുടെ അടുത്തുള്ള ആകാശം, അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കും. അപ്പോൾ അവരെ മലക്കുകൾ എറിഞ്ഞാട്ടും. ആ അർത്ഥത്തിൽ അവർ റജീമുകളാണ്, അർജൂം, ആട്ടിയകറ്റും. ഐ അൽ മത്റൂദ് മിർ റഹ്മത്തില്ലാഹ്, ഐ അൽ മത്റൂദി മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റും. അപ്പോൾ ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ അർത്ഥം. വഹദാ അല്ലാഹു തആല അലം ബിസ്സവാബ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.